2001 ഞാൻ ചാലക്കുടി ആയിരിക്കുമ്പോണ്ടായ ഒരു സംഭവമാണ്. ചാലക്കുടി പാലം ഹൈവേ വഴി പാസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ആ ചാലക്കുടി പാലത്തിൻ്റെ അടുത്ത് മോശം രീതിയിൽ ഒരു അഭിസാരികയെ പോലെ ജീവിക്കുന്ന ഒരു സ്ത്രീ കാർത്തു. അവരവിടെ പെട്ടിക്കടകളുണ്ട്. ഈ രാത്രി പോകുന്ന ട്രക്ക് ഡ്രൈവർമാർക്കൊക്കെ ലഘുഭക്ഷണമൊക്കെ കൊടുക്കുന്ന കുറച്ച് പെട്ടിക്കടകളുണ്ട്. അതിനടുത്ത് അങ്ങനെ ഒരു സൈഡിൽ മാറി നിൽക്കുന്നുണ്ടാവും. അവർ ഇരകളെ തേടി നിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ലോറി ഡ്രൈവർമാരോ കിളിമാരോ ആരെങ്കിലുമൊക്കെ നോർത്തിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി കൂട്ടി കൊണ്ടുപോയി ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൽ പാസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി കണ്ടിട്ടുണ്ടാവും. ആ വാട്ടർ ടാങ്കിൻ്റെ പുറകിൽ നല്ല നിഴലാണ്. അപ്പോൾ റോട്ടിൽ നിന്ന് നോക്കിയൊന്നും കാണില്ല. അപ്പോൾ അവിടേക്ക് ഇരകളെ കൊണ്ടുപോവുക, അവരിൽ നിന്ന് പണം വാങ്ങിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യുക. അതാണ് അവരുടെ ഒരു രീതി. ഇതുപോലെ തന്നെ ഒരു ദിവസം രാത്രിയിൽ അവരവിടെ നിൽക്കുമ്പോൾ ഒരു മലയാളിയാണ്, അയാൾ ട്രക്കിൻ്റെ കിളിയാണ്. അയാളവിടെ അടുത്ത് അന്നമനട എന്ന് പറയുന്ന സ്വദേശിയാണ്. അയാൾ ഇതുപോലെ തന്നെ ഇവൾ കൈയും കാലും കാട്ടിയപ്പോൾ അവളടുത്ത് ചെന്നു. അവർ രണ്ടുപേരും കൂടി നടന്ന് ഈ വാട്ടർ ടാങ്കിൻ്റെ അപ്പുറത്തേക്ക് പോയി. അവിടെ ചെന്ന് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എൻ്റെ ലോറി എറണാകുളത്തേക്കാണ് പോയിരിക്കുന്നത്, അത് തിരിച്ചു വരുമ്പോൾ എനിക്ക് അതിൽ പോരണം. അതിനെന്താ, അപ്പോൾ എനിക്ക് ചില രീതികളുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഒരു പാവാട പോലത്തെ ഒരു ഡ്രസ്സാണ്, അതിൻ്റെ മീത് അതിൽ ഉള്ളിൽ ബ്രാൻഡി കുപ്പിയുണ്ട്. ആ ബ്രാൻഡി കുപ്പി എടുത്ത് കുറച്ച് മദ്യം കഴിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് കാണാനല്ല ഞാൻ വന്നത്, എനിക്ക് പെട്ടെന്ന് പോകണം, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇതൊക്കെ എൻ്റെ രീതികളാണ്, ഞാനിങ്ങനെ ബ്രാൻഡിയൊക്കെ കഴിക്കും. ആ ബ്രാൻഡിയും കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡാൻസ് ഇതൊക്കെ ഉള്ള രീതികളാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലിൻ്റെ ഒരു സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ട്. ആ ഹോട്ടൽ തുടങ്ങിയിട്ടില്ല, ഹോട്ടൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടിട്ടുള്ള കാരണം അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി കുറച്ച് ദൂരെ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവളിവിടെ ഡാൻസ് കളിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, നീ എൻ്റെ ഇത് കാശും വാങ്ങിച്ചാൽ പെട്ടിക്കടക്കാരൻ. ഇവരുടെ രീതികൾ അങ്ങനെയാണ്. പെട്ടിക്കട അവിടെ ഇരിക്കുന്നതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷികളിൽ നിന്ന് അവിടെ വെച്ച് തന്നെ അഡ്വാൻസ് പൈസ വാങ്ങിക്കും. അത് മിക്കവാറും എല്ലാ പെട്ടിക്കടകളിലുള്ള ഇപ്പോൾ ഗുരുവായൂരിൻ്റെയൊക്കെ പരിസരങ്ങളിലൊക്കെ ഇതുപോലുള്ള കൂടുതലുള്ള ഏരിയകളിലൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇവരെ കയ്യിലുള്ള പാദസരം, മറ്റ് ബിലോങ്ങിങ്സ്, പേഴ്സ്, എന്ത് വിറ്റാൽ 5 രൂപ കിട്ടുന്ന സാധനങ്ങൾ മുഴുവനും ഈ പെട്ടിക്കടയിൽ അവരെയാണ് അവർക്ക് വിശ്വാസം. അവരെ ഏൽപ്പിച്ചിട്ടാണ് ഇവരുടെ കൂടെ പോകുക. അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ കാശും തരില്ലേ, ഇതൊക്കെ തട്ടിപ്പറിച്ചിട്ട് പോവുകയും ചെയ്യും. പലപ്പോഴും ക്രിമിനൽസ് ആയിരിക്കുമല്ലോ ഇവരടുത്തൊക്കെ വരിക. അപ്പോൾ അതൊക്കെ കാരണം അവിടെ ചെന്ന് ഇവള് ഡാൻസൊക്കെ കഴിച്ച അവൾ പറഞ്ഞു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, കാശും വാങ്ങിച്ച് പിന്നെ നീ വെറുതെ ഇവിടെ ഡാൻസ് കളിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവള് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇവൾ സ്ഥിരമായി ഡാൻസ് കളിക്കുന്നതാണ് അവളുടെ രീതി. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ ഇവളെ കയറി പിടിച്ചപ്പോൾ അവൾ സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു, ഇത് 2 മിനിറ്റ് കൂടി ഉണ്ട്, ഈ ഡാൻസ് കഴിഞ്ഞിട്ട് പറ്റുള്ളൂ. അങ്ങോട്ട് ഇവിടെ പിടിയും വലിയായി. അപ്പോൾ ആ സെക്യൂരിറ്റിക്കാരവിടെ നോക്കുന്നുണ്ട്. പിടിയും വലിയായി അങ്ങോട്ട് പുഴയിൽ വീണു. കാർത്തു പുഴയിൽ വീണു. ഇയാൾ വീണില്ല. അപ്പോൾ അയാളവിടെ നോക്കുമ്പോൾ കാണുന്നത് ഇയാൾ തള്ളിയിടുന്നതായിട്ടാണ്. അവിടെ വീണു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ കയറി വാ, എനിക്ക് നീന്തൽ അറിയില്ല, നീ കയറി വാ. അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ശരിയല്ല, ഞാൻ ഇങ്ങോട്ട് കയറി വരാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ ചാലക്കുടി പുഴ എൻ്റെ പുഴയാണ്, ഞാൻ അക്കരയ്ക്ക് നീന്തിപ്പോവും, 10 പ്രാവശ്യം നീന്തി കടക്കാനുള്ള കഴിവുള്ളവളായി കാർത്തു, തൻ്റെ കാശ് പോയെന്ന് വിചാരിച്ചാൽ മതി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ പുഴ അക്കരയ്ക്ക് നീന്തുമ്പോൾ ഈ ചാലക്കുടി പുഴയിലേക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഷോളയാറ് അങ്ങനെയുള്ള വനത്തിലൊക്കെ എപ്പോഴെങ്കിലും മഴ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ നിന്ന് മഴ ഉണ്ടാവില്ല, അവിടെ നിന്ന് വലിയ മലവെള്ളപ്പാച്ചിൽ വരും ഇടയ്ക്ക് പെട്ടെന്ന്. ഇതുപോലെ കാരണം ഇവള് നന്നായിട്ട് നീന്താൻ അറിയുന്നവളാണ്. മദ്യം കഴിച്ചാൽ എത്ര കഴിച്ചാലും അവൾക്ക് ഒരു പ്രശ്നവുമില്ല, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇതുപോലെ ഒരു മലവെള്ളപ്പാച്ചിൽ വന്നു അവളങ്ങ് പോയി. പിന്നെ ഒരു ഐഡിയയും ഇല്ല, അഡ്രസ്സും ഇല്ല. അങ്ങനെ അപ്പോഴേക്കും സെക്യൂരിറ്റിക്കാരൻ ആളെ വിളിച്ചു കൂട്ടി ഇയാളെ പിടിച്ചു നിർത്തി. ഈ കൂടെ വന്ന അന്നമനക്കാരനെ അവിടെ പിടിച്ചു നിർത്തി. പോലീസിൽ വിവരം അറിയിച്ചു. നേരം പുലർന്നു. തൊട്ടടുത്ത സ്ഥലത്തു നിന്നുള്ളൊരു ഒരു ബോട്ട് എടുത്ത് പുഴ മുഴുവനും ഫയർഫോഴ്സ് വന്നു. എല്ലാവരും കൂടി
പരിധി കുറച്ച് ദൂരപ്പുറത്ത് നിന്ന് കാർത്തൂൻ്റെ ഡെഡ് ബോഡി കിട്ടി. ഇതെന്ത് ഒഫൻസ് വെച്ചിട്ട് കേസെടുക്കണം, എന്തെടുക്കണം? ഇവരാണെങ്കിൽ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ടതാണ്, അവരുടെ സംഘടനകൾ വന്നു. അപ്പോൾ നോർമലി ശരിക്കും ഇയാൾക്ക് അവളെ തള്ളിയിട്ട് കൊല്ലാനൊന്നും യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ സെക്യൂരിറ്റിക്കാരൻ്റെ മൊഴി അങ്ങനെയല്ല, തള്ളിയിട്ടു എന്ന് തന്നെയാണ്. അവൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് 304 ഇട്ടാൽ മതി, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, കുറ്റകരമായ നരഹത്യ, ആ രീതിയിലെടുത്താൽ മതി. ഒരു ഇങ്ങനെയുള്ള സംഭവത്തിൽ അങ്ങനെയൊക്കെ ഇട്ടാൽ മതി എന്നുള്ള രീതിയിലെടുത്തു. അങ്ങനെ 304 വെച്ച് FIR ഇട്ടു. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ നിർത്തി. അത് കഴിഞ്ഞ് ഇവരുടെ ഡീറ്റെയിൽസ് എടുക്കുകയാണ് ഈ കാർത്തൂൻ്റെ. അതാണ് എന്നെ ഈ ഒരുപാട് മർഡർ കേസുകളുണ്ടെങ്കിൽ ഞാൻ വളരെ സെലക്ട് ചെയ്ത് പറയുന്നുള്ളതെന്ന് പറയാൻ കാരണം ഇതെന്തുകൊണ്ട് സ്ട്രൈക്കിംഗ് ആവുന്നുള്ളതാണ്. അപ്പോൾ കാർത്തു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 2 മക്കൾ വന്നു ഇൻക്വസ്റ്റ് സമയത്ത്. അവിടെ അധികം ദൂരമില്ലാത്തൊരു സ്ഥലത്താണ് അവർ വീടൊക്കെ. അത് നേരത്തെ ഏതോ പ്രണയത്തിൻ്റെ കൂടെ അങ്ങനെയൊക്കെ പോയി, ഭർത്താവ് അങ്ങനെ പോയി, അയാൾ മദ്യപാനിയൊക്കെ ആയി, അങ്ങനെ വഴിവിട്ട ജീവിതം നയിക്കാൻ നിർബന്ധിതയാളാണ്. ഇവരുടെ ഈ പാവാട ചരട് ഇൻക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ കഞ്ചാവ്, ഒരുപാട് കോണ്ടംസ്, ഇതായിട്ടാണ് ഇവൾ റെഡി ആയിട്ടാണ് നടക്കുന്നത്. ആ കേസ് സാധാരണ പോലെ അന്വേഷിച്ചു, ഒരു ഫാബ്രിക്കേഷനും ഇല്ലാതെ അങ്ങനെ അന്വേഷിച്ചു. പക്ഷെ അത് കോടതിയുടെ പ്രോസസ്സിൻ്റെ ഇടയിൽ അത് 302 ആക്കിയിട്ട് കോടതി മാറ്റി. അങ്ങനെയും വരും ചില കേസുകളിൽ. 304 എന്നുള്ളത് കറക്റ്റ് കൊലപാതകമാക്കിയിട്ട് മാറ്റി. അങ്ങനെ നമ്മൾ കുറ്റപത്രം കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് എൻ്റെ കോടതിയല്ല, കുറ്റപത്രം ലാസ്റ്റ് ഇതിൽ ഒരുപാട് ഇത് SC/ST കമ്മീഷൻ്റെ അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വന്ന് നിങ്ങൾ വളരെ ലൈറ്റ് ആക്കുകയാണ്, ഇങ്ങനെ തള്ളിയിട്ട് കൊന്ന കേസിൽ എങ്ങനെയാണ് നിങ്ങൾ 304 ഇടാന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് അത് 302 ആയിട്ട് തന്നെ കൊടുത്തു. അപ്പോൾ എല്ലാ സാക്ഷികളും സാധാരണ പോലെ സാക്ഷികളെ കൊടുത്തു. ആ കേസ് ശിക്ഷിച്ചു 7 വർഷം. എന്താണ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ FI മൊഴിയാണ്, തള്ളിയിട്ട് കൊന്നു എന്നൊരു ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് FI മൊഴി തന്നിട്ട് അത് പിടിയും വലിയിൽ വീണാണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ കഴിയില്ല. അപ്പോൾ അത് പോലീസ് പ്രതിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം, സാമ്പത്തിക സ്വാധീനം വെച്ച് കേസ് ലൈറ്റാക്കിയതും പിന്നീട് അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാനോ മറ്റൊരു കൊടുക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് പണിയാവും. ഇതൊക്കെ പ്രായോഗികതയാണ് ഒരു കൊലക്കേസിൽ പോലും. അപ്പോൾ ഈ കാർത്തൂനെ ഓർക്കാൻ വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഈ മാസാവസാനമാകുമ്പോൾ 28, 29, 30 ആകുമ്പോൾ പോലീസ് കുറച്ച് കൂടുതൽ തീവ്രമായിട്ട് പെറ്റി കേസ് പിടിക്കും. കാരണം 1-ാം തീയതി തൊട്ട് കോൺഫറൻസുകൾ ആരംഭിക്കും. സിയുടെ കോൺഫറൻസ്, DSPയുടെ കോൺഫറൻസ്, SPയുടെ കോൺഫറൻസ് 10-ാം തീയതി ആകുമ്പോഴേക്കും അവസാനിക്കും. അതിലൊക്കെ ഒരു പെർഫോം ഉണ്ട്. ആ പെർഫോം ചെയ്യണം അതിനകത്ത് ഇവാലുവേഷൻ ഡിസ്കഷനൊക്കെ ചെയ്യാം. അപ്പോൾ അതിലൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എത്ര പെറ്റി കേസ് പിടിച്ചു? ജനറൽ പെറ്റി കേസ്, മോട്ടോർ വെഹിക്കിൾ പെറ്റി കേസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോഴും കേരള പോലീസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബാഡ് ലക്കെന്നോ എന്തോ, ഇന്നും അത് ഒരു 50 വർഷം മുമ്പുള്ള കേരള പോലീസിൻ്റെ ആ രീതിയാണ് ഇപ്പോഴും. ഇതൊക്കെയാണ് ഒരു പോലീസ് ഓഫീസറുടെ ഒരു കഴിവിൻ്റെ ഒരു യാഡ് സ്റ്റിക്കായിട്ട് കാണുന്നത്. പെറ്റി കേസ് പിടുത്തം, ജനങ്ങളെ നേരെ കയറി ഉള്ള രീതിയിൽ. അപ്പോൾ ഈ പെറ്റി കേസ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ചാലക്കുടി പാലത്തിൻ്റെ അടിയിൽ നിന്നൊരു അശരീരിയുണ്ട്. ജനായി സാറേ, പെറ്റി കേസ് എത്ര എണ്ണമായി? തികഞ്ഞില്ലെങ്കിൽ ഒരു 47 ഇവിടെ താഴെ ഇരിപ്പുണ്ട്. 47 എന്ന് പറയുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 47 ആണ്. ഈ ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളുടെ പേരിൽ ബുക്ക് ചെയ്യുന്ന പെറ്റി കേസാണ്. അത് ഇവർക്കറിയാം. അതാണ് ആശരിയുടെ അർത്ഥം. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ മാസം കൂടിയും ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൊക്കെ നമ്മൾ കാണാം, വഴിയിലൊക്കെ നിൽക്കുമ്പോൾ കാണാം, അവിടെയൊക്കെ നിൽക്കുന്നത് കാണാം. ചിലപ്പോൾ സല്യൂട്ട് ചെയ്യും, ചിലപ്പോൾ സലാം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നാടോടി രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ഒരു അന്ത്യം, അതുപോലെ ആ മക്കൾ, സ്കൂളിൽ പഠിക്കുന്ന ആ മക്കൾക്ക് ഒരു അമ്മയെ കണ്ടപ്പോണ്ടായ ആ ഒരു മുഖഭാവം, അതൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇന്നും മനസ്സിലുണ്ട്. കാർത്തൂരോർമ്മയായി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2003 നേരത്തെ കാട്ടാക്കട സ്വീകരിക്കുമ്പോണ്ട പോലെ വേറൊരു സംഭവമാണ്. അവിടെ ഒരു വീട്ടിൽ, അവിടെ കാട്ടാക്കടയ്ക്കടുത്തുള്ള ഗ്രാമമാണ്, ആ വീട്ടിൽ ചേട്ടനും അനിയനും
ഫാമിലിയായിട്ട് താമസിക്കുന്നൊരു വീടാണ്. ചേട്ടന് ഭാര്യ, 2 മക്കൾ, അനിയൻ, ഭാര്യ, ഒരു കുട്ടി. അപ്പോൾ അവിടെ ഒരു ദിവസം അവിടെ നിന്നൊരു റിപ്പോർട്ട് വരികയാണ്. 5 വയസ്സായ മഞ്ജു എന്ന് പറയുന്ന കുട്ടി വീട്ടു കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നു. ഇതാണ് കേസ്. അപ്പോൾ സ്ഥലത്തെത്തി നമ്മൾ ആദ്യം നേരത്തെ പറയുന്ന പോലെയുള്ള സാധ്യതകൾ നോക്കി. സൂയിസൈഡ്, ഹോമിസൈഡ്, ആക്സിഡൻറ്റിൽ. അപ്പോൾ ഇത് പരാതി, മൊഴി തന്ന ആളുടെ പരാതി കാല് വഴുതി വീണ് കിണറ്റിൽ വീണ് മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ശ്രദ്ധിക്കാത്തത് എന്താ വെച്ചാൽ, ഇത്തരം കേസുകൾ വരുമ്പോൾ അവിടുത്തെ സ്റ്റേഷൻ ചാർജുള്ള SHO ആയിട്ടുള്ള ആളായാലും ആ ഉത്തരവാദിത്തമുള്ളൊരു ഓഫീസർ അത് ഏതെങ്കിലും ഒരു ASIയോ അല്ല അഡീഷണൽ SIയോ അവരെ മാത്രം ചുമതലപ്പെടുത്തി വിടാതെ അവർ ആ സീനൊന്ന് വേഗം പോയി കാണേണ്ടതാണ്. അതിന് ഉദാഹരണമാണിത്. കാല് വഴുതി വീണു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിന് ആൾമറയുണ്ടോ, ആൾമറയുണ്ടെങ്കിൽ ആ ആൾമറയ്ക്ക് എത്ര ഉയരമുണ്ട്. 5 വയസ്സായ കുട്ടി ജീവിതത്തിൽ എന്തോ നിരാശ തോന്നി കിടത്തി ചാടി ആത്മഹത്യ ചെയ്തു നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ അത് സസ്പിഷ്യസ് ആണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു നെഞ്ചിൻ്റെ ഉയരമുണ്ട്, അത്ര ഉയരത്തിലാണ് ഈ ഇതുള്ളത്. പിന്നെയുള്ള സാധ്യത കൊച്ച് കസേരമ കയറിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യണം. 5 വയസ്സായ കുട്ടി. അത് പ്രോബബിലിറ്റി പോലും ഇല്ല. കാരണം പോസിബിലിറ്റിയും പ്രോബബിലിറ്റിയൊക്കെ ഉണ്ട്. ഇത് പ്രോബബിലിറ്റി പോലും ഇല്ല. അങ്ങനെ വിശദമായ ഇൻക്വസ്റ്റൊക്കെ കഴിഞ്ഞു. ഇൻക്വസ്റ്റ് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം അത് കുടുംബാംഗങ്ങളായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. പെട്ടെന്ന് കയറി നമ്മളൊരാളെ ഒരു പ്രതിസ്ഥാനത്ത് കാണുന്നത് വളരെ ആലോചിച്ച് വേണം. തിടുക്കം പാടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനായിട്ട് കാത്തിരുന്നു. അപ്പോൾ അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജനായ സിനിമാ നടൻ ജഗദീഷിൻ്റെ ഭാര്യ രമയാണ്. അവരെ ഞാൻ നേരിട്ട് പോയി കണ്ടു. ഞാൻ കാട്ടാക്കട CA ആണ്. അപ്പോൾ അത് കോസ് ഓഫ് ഡെത്ത് എന്താണെന്ന് അറിയണം. പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ വെള്ളമുള്ള കിണറാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ നോർമലി അതിനകത്ത് വരേണ്ടത് ഡെത്ത് ഡ്യൂ ടു ഡ്രൗണിംഗ് എന്നാണ് എഴുതേണ്ടത്. കോസ് ഓഫ് ഡെത്ത് ലാസ്റ്റ് കോളാണ് കോസ് ഓഫ് ഡെത്ത്. അപ്പോൾ അത് ഡ്രൈ ഡ്രൗണിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡ്രൈ ഡ്രൗണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ വെള്ളം കടക്കാതെ ഒരു വെള്ളത്തിൽ ഒരു ബോഡി കണ്ടു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡ്രൈ ഡ്രൗണിംഗ് എന്ന് പറയുക. അപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് വെള്ളം അകത്ത് ചെന്നിട്ടല്ല, മരണം സംഭവിച്ചിരിക്കുന്നത് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ കിണറിന് ഉള്ളിൽ ഇങ്ങനെ കെട്ട് പോലെ കെട്ടിയിട്ടുണ്ട്. നമ്മളെ ഇവിടെ പാമ്പേരി എന്നൊക്കെ തൃശ്ശൂർ പറയും. അപ്പോൾ തലയിൽ സ്കൾ ഡീപ്പ് ഇഞ്ചുറിയാണ്. ആ വാചകങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. സ്കൾ എന്ന് പറഞ്ഞാൽ തലച്ചോറ് പിളർന്ന മുറിവാണ്, അതുകൊണ്ട് സ്കിൻ ഡിപ്പല്ല. ഇവിടെ മാത്രമുള്ളതൊക്കെ ആണെങ്കിൽ അതല്ല, അത് മരണകാരണമാവില്ല. അപ്പോൾ മരണകാരണം ശരിക്കും ഇതിനകത്ത് പറയാവുന്നത് ഈ സ്കൾ ഡീപ്പ് ഇഞ്ചുറി ബോഡിയുണ്ട്. കിണറ്റിലാണ് ബോഡി കിടക്കുന്നത്. കുറച്ച് വെള്ളം പേരിന് മാത്രം വായിലുണ്ട്. അപ്പോൾ കിണറ്റിൽ തള്ളിയിടാം, അതിന് തന്നെയാണ് സാധ്യത. ഇതിൻ്റെ മുകളിൽ കയറി ചാടാനുള്ളൊരിതില്ല. അപ്പോൾ എങ്ങനെയായിരിക്കാം അത് സംഭവിച്ചത്? നമ്മളതിൻ്റെ ഒരു സ്റ്റോറി ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ രമ ഡോക്ടറോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു ബ്ലണ്ട് വെപ്പൺ കൊണ്ടുള്ളതാണ്, അങ്ങനെയാണ് അതിന് പറയുക. ഒരു ബ്ലണ്ട് വെപ്പൺ കൊണ്ടുള്ള ഇഞ്ചുറിയാണ്. ബ്ലണ്ട് വെപ്പൺ ഉണ്ടാവുന്നത് സാധാരണ നിലയ്ക്ക് ഇരുമ്പൊടി കൊണ്ട് അടിച്ചാൽ ബ്ലണ്ട് വെപ്പൺ ഉണ്ടാവുക, ബ്ലണ്ട് ഇഞ്ചുറി ഉണ്ടാവുക. കാരണം വെച്ചാൽ ആ ഭാഗത്തെ സെല്ലുകളൊക്കെ ഇങ്ങനെ തകർന്നു പോയിട്ടുണ്ടാവും, ഇങ്ങനെ ഇൻസൈസറായിരിക്കില്ല. അപ്പോൾ ഒരു ബ്ലണ്ട് വെപ്പൺ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതലത്തിൽ തലയിടിച്ചാലും സംഭവിക്കുക. അവർക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വീട്ടിൽ ഓരോരുത്തരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ കൊച്ചിൻ്റെ അവസ്ഥ നോക്കി കൊച്ചിൻ്റെ അപ്പനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് അയാൾ കല്യാണം കഴിഞ്ഞിട്ട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഉണ്ടായ കുട്ടിയാണ്. ആ കുട്ടി ജനിച്ച പാടെ തന്നെ കുറേ വൈകല്യങ്ങളായിട്ടാണ് ഉണ്ടായത്. കുറേ മരുന്ന് കഴിച്ചിട്ടാണോ എന്നറിയില്ല, സംസാരിക്കില്ല, ഉയരം ഇതൊക്കെ കുറവാണ്. അപ്പോൾ ഒരുപാട് പണം ചിലവാക്കിയിട്ടാണ്, അയാൾ ഗൾഫിലായിരുന്നു,
ഈ കുട്ടി ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഗൾഫ് ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് സെറ്റിലായതാണ്. ഒരുപാട് പണം ചിലവാക്കിയിട്ടാണ് കുട്ടീനെ ഒന്ന് ജീവനോടെ കിട്ടിയത്. അതുകൊണ്ട് ഒരുപാട് വാത്സല്യമാണ് ഈ കുട്ടി. ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ. ഒരുപാട് വാത്സല്യമാണ്. അതിന് എപ്പോഴും കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു, എപ്പോഴും ഡ്രസ്സുകൾ വാങ്ങിക്കുന്നു. കൊച്ചിന് സംസാരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, കുറേശ്ശെ. ചെറിയത് ക്ലാസ്സിൽ പോകുന്നുണ്ട്, LKG UKG മറ്റേ പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാളുടെ എല്ലാ ശ്രദ്ധയും 24 മണിക്കൂർ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ കൂടെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിനിടയിൽ ഒരു ദിവസം പല ദിവസങ്ങളിലും ഈ കുട്ടിയുടെ ഉണക്കാനിട്ടിരിക്കുന്ന ഈ ഇവളുടെ ഉടുപ്പുകൾ, കുഞ്ഞുടുപ്പുകൾ ആരോ കത്തിച്ച് കളയണം. കളിക്കോപ്പ് തകർത്ത് കളയണു, കത്തിച്ച് കളയണു. ആരാന്ന് അറിയില്ല. വീടിൻ്റെ അകത്ത് ആണ് ഇട്ടിരിക്കുന്നത്. ആർക്കാ ഈ കൊച്ചിനോട് ഇത്ര ദേഷ്യം ഉണ്ടാവാനായിട്ട്? നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ആരിലേക്കാണ് സംശയങ്ങൾ പോകേണ്ടത്? പല രീതിയിലും ഉണ്ടാകാം. ചില സമയത്ത് സ്വന്തം അച്ഛൻ തന്നെ, കുട്ടിയുടെ അച്ഛൻ തന്നെ ഈ തള്ളിയിടുന്ന കേസുകളുണ്ട്, ബക്കറ്റിൽ മുക്കി കൊല്ലുന്ന കേസുകളുണ്ട്. കാരണം ഞാൻ കറുത്തതാണ്, എൻ്റെ അവളിലുണ്ടായ കുട്ടി വെളുത്തതാണ്, അത് ജാരസന്തതിയാണെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ഇതുകളുണ്ട്. നമുക്ക് പല വിശ്വാസങ്ങളും ഉള്ളതുണ്ട്. പല അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കുട്ടികളെ കൊല്ലുന്നവരുണ്ട്. ഇതിൻ്റെ ഒക്കെ വെറൈറ്റി നമ്മൾ നോക്കണ്ടേ? ഒരാളെ ഒരു കൊലക്കേസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കേസിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ചോദ്യത്തിൻ്റെ മുന പോകുമ്പോൾ ഒരുപാട് ലോജിക്കായിട്ട് ചിന്തിക്കണം. അങ്ങനെ ഓരോരുത്തർ മാറ്റി നിർത്തി ചോദിച്ചു. അപ്പോഴാണ് ഒരു സംഭവം പറഞ്ഞു വരുന്നത്. ഈ സംഭവ ദിവസം രാത്രിയിൽ കുട്ടികളെല്ലാവരും കൂടി ഈ കിണറിൻ്റെ കരയിൽ വന്നിട്ടുണ്ട്. ഈ ചേട്ടൻ്റെ 2 മക്കളും ഈ മഞ്ജുവും. ചേട്ടൻ്റെ കുടുംബം വീട്ടിലുണ്ട്. 3 കുട്ടികൾ അവിടെ എന്താ വരാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ മഞ്ജുവിൻ്റെ വല്യമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. അവർ ഈ 3 കുട്ടികളെയും കിണറ്റിൻകരയിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് കരിക്ക് വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ 2 മക്കൾക്കും കരിക്ക് വെട്ടിക്കൊടുത്ത് അവരെ അകത്തേക്ക് കയറ്റി വിട്ടു. അതിൻ്റെ പിന്നാലെയാണ് മഞ്ജുവിനെ വിളിച്ചു വരുന്നത്. മഞ്ജു മൊത്തത്തിലൊരു കുറച്ച് കുറവുള്ള കുട്ടിയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ മഞ്ജുവിനെ ആരും കണ്ടുവരില്ല. പിന്നെ കാണുന്നത് കിണറ്റിൽ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ അയൽവാസികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഏകദേശം ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയമാണ് എന്ന് പറയാൻ കാര്യം, ഈ മുൻഷി നടക്കുന്ന ഒരു സമയമാണ്. അതെന്താ പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ TV വല്ലാത്ത വോള്യത്തിൽ, ഹൈ വോള്യത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അവിടെ അങ്ങനെ കേൾക്കാറില്ല. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന, സിങ്കർണൈസ് ചെയ്ത് പോകുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വല്യമ്മയ്ക്ക് എന്തിനാണ് ഈ കൊച്ചിനോട് വൈരാഗ്യം? വല്യമ്മയുടെ വല്യച്ഛനോട് ചോദിച്ചു, ഈ കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു, കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു. ഇവരൊക്കെ മാറ്റി നമ്മൾ ചോദിക്കുന്നതിന് കുറേ ഡെലിക്കസി വേണ്ടി വരും നമുക്ക്. കാരണം അങ്ങനത്തെ ഒരു വിഷയമാണ്. ഒരു പോയിൻ്റ് പോലും നമ്മൾ അനാവശ്യമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. നല്ലോണം സമയമെടുത്ത് ചോദിച്ചതാണ്. അതിൽ കുറേ ചോദ്യങ്ങൾ വന്ന് അയൽവാസികൾക്കൊന്നും സൂചനയില്ല. ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിച്ചു. ഈ ചേട്ടൻ്റെ മക്കൾ, വല്യപ്പൻ്റെ മക്കളോട് മാറ്റി നിർത്തി ചോദിച്ചു. അതിൽ നിന്നൊരു ക്ലൂ വന്നു. ഞങ്ങൾ 2 ആളും കരിക്ക് വെട്ടി കുടിച്ചപ്പോൾ അതിനുശേഷം അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ പോയി TV കാണും മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ജു അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിനാണ് നമ്മൾ ഈ ലാറ്റിൻ ഭാഷയിൽ അലീബി എന്നൊക്കെ പറയും. ALLEBI. അലീബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം നടക്കുന്ന സമയത്ത് പ്രതി എവിടെയായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരു ഭാഗം. അതാണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ അലീബി പ്രകാരം ഈ കുട്ടിയുടെ അടുത്ത് ഈ വല്യമ്മയുണ്ട്, വേറെ ആരുമില്ല. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും അവിടെ കൊന്നിട്ടെന്ന് ആണെങ്കിൽ തന്നെ അതിന് മോട്ടീവ് എന്തിനാണ് ഒരു സ്വന്തം അനിയൻ്റെ ഇതുപോലെ ഓമനയായി വളർത്തുന്ന ഈ കൊച്ചിനെ, വീട്ടിലെ പൊന്നോമനയാണ്, അതിനെങ്ങനെ ഒരു അമ്മയ്ക്ക് അത് ചെയ്യാൻ തോന്നും? അപ്പോൾ അങ്ങനെ കൂടുതൽ അതിൻ്റെ എല്ലാ രീതിയിലും ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം അതിനകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നു. കുറച്ച് ദിവസം പിടിച്ചു. ഉരുത്തിരിഞ്ഞ് വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ അനിയൻ ഗൾഫിലായിരുന്ന സമയത്ത്, ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് പിന്നെ കുറച്ച് കാലം ഈ അവൻ്റെ ചേടത്തിയായിട്ടുള്ള
ഒരു ബന്ധം, അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ മഞ്ജു ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ വിവാഹം ചെയ്തോളാം, ചേട്ടൻ്റെ ഭാര്യയാണ്, എന്നാലും ഉറപ്പ് കൊടുത്തിരുന്നു. അങ്ങനെയാണ് അവരവരുടെ ബന്ധം തുടർന്നിരുന്നത്. ഈ മഞ്ജു ജനിച്ചോടുകൂടി അവൻ വാക്ക് മാറ്റി. കാരണം എല്ലാ ശ്രദ്ധയും മഞ്ജുവിലായി. ഞാൻ അന്നന്ന് അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിലും ഇപ്പം അത് ബുദ്ധിമുട്ടാണ്. ഞാൻ മഞ്ജുവിനെ വിട്ടിരിക്കൊരു ജീവിതം വേറെയില്ല, ഒരു ജീവിതം എനിക്ക് വേറെയില്ല. അതുകൊണ്ട് നീ അതിന് വാശി പിടിക്കരുത്. പക്ഷേ ഇതൊരു നമ്മൾ ഈ കൂടത്തായി കേസിലൊക്കെ കേൾക്കുന്ന പോലെ ബേണിംഗ് ഡിസയറാണ്. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്, ഒരു ബേണിംഗ് ഡിസയറാണ് അവർക്കുണ്ടായത്. അവർക്ക് എന്ത് ചെയ്താലും അനിയനെ സ്വന്തമാക്കണം. അതിനുവേണ്ടി ഇവളെ അവസാനിപ്പിക്കുക. കൊച്ചില്ലാണ്ടായിക്കഴിഞ്ഞാൽ അനിയനെ കിട്ടും. ഇതാണ് അതിൻ്റെ മോട്ടീവ്. അപ്പോൾ ഈ സ്ത്രീനെ വിളിച്ചു വരുത്തി. ആദ്യം വീട്ടിൽ പോയി ചോദ്യം ലാസ്റ്റാണ് ഇവരെ. എപ്പോഴും നമ്മൾ ഒരുപാട് പ്രാവശ്യം വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് താഴെ വീഴും. പിന്നെ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല സംയമനത്തോടു കൂടി ഏറ്റവും അവസാനം, കാരണം മറ്റ് സാക്ഷികളൊക്കെ മൊഴികളൊക്കെ നമ്മൾ ഇരുത്തി വരുത്തിയിട്ട് അവരെ വിളിച്ചു വരുത്തി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 1-2 കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്തു. ഈ ഉടുപ്പ് കത്തിച്ച് ഞാനാണ്, കളിപ്പാട്ടം നശിപ്പിച്ച് ഞാനാണ്. അതെന്തിനാ ചെയ്തത്? അതെന്തോ എനിക്ക് എൻ്റെ മക്കളെക്കാൾ കൂടുതൽ വീട്ടിലെല്ലാവരും ആ കുട്ടീനെ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മക്കളെക്കാൾ കൂടുതൽ ശ്രദ്ധ ആ കുട്ടിയെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് തീരെ പിടിച്ചില്ല, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ വീണ്ടും അതിൻ്റെ അപ്പുറത്തേക്ക് ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ COPസാണ് കാട്ടാക്കട. അവർ പറഞ്ഞു, സാറേ ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനവരോട് ഒച്ച വയ്ക്കും, സാർ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്, ഞാനൊരു വല്യമ്മയല്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഭയങ്കരമായിട്ടാണ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ ഈ നേച്ചർ കണ്ടപ്പോൾ നേരത്തെ തന്നെ ഒരു വനിതാ പോലീസിനെ എടുത്ത് നിർത്തിയിട്ടുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് കൺഫസ് ചെയ്യാനൊരു അവസരം തരാം, അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്ത് പത്രത്തിലൊക്കെ ഫോട്ടോ ഒക്കെ വരും, ജനങ്ങൾ മുഴുവൻ അറിയും, നിങ്ങളെനിക്ക് സത്യം അറിഞ്ഞാൽ മതി, എനിക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. അവർ ഒരു നിലയ്ക്കും വഴങ്ങുന്നില്ല. ഇവരിത്രയും ഒരു പാർട്ട്ലി കൺഫെഷൻ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോലീസിൻ്റെ ഒരു ഇത്തിരി തരം താഴ്ന്നൊരു നമ്പറാണ്, ആ നമ്പർ എടുക്കേണ്ടി വന്നു. വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞു, റൈറ്ററെ ജനാലകളൊക്കെ അടക്കി പാറാവുകാരനോട് പറഞ്ഞു, അവിടെ ആരും കുറച്ച് നേരത്തേക്കും കൂടെ ആരും വരണ്ട, ആ മുട്ടുസൂചി, ആണി, ഈ സാധനങ്ങളൊക്കെ എടുക്ക്. ഇവർ നേരെ ചോദിച്ചാൽ പറയുമെന്ന് തോന്നുന്നില്ല. അത് ക്ലിക്കായി. എന്നെ കൊല്ലല്ലേ സാറേ, എന്നെ കൊല്ലല്ലേ സാറേ, ഞാൻ എല്ലാം പറയാം. അങ്ങനെ അവർ സംഭവം വിവരിക്കുകയാണ്. സാർ എന്നോട് ചോദിച്ചതൊക്കെ ശരിയാണ്, എനിക്ക് അവനോടുള്ള അവനൊരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്തത്. കരിക്ക് വെട്ടി തരാമെന്ന് പറഞ്ഞ് കിണറ്റിൻ കരയിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ മക്കളെ കരിക്ക് കൊടുത്ത് തിരിച്ചു വിട്ടിട്ട് ഒരു വെട്ട് കരിക്കിൽ വെട്ടിയിട്ട് കുട്ടി അത് എടുക്കാനായിട്ട് ആ അതിലേക്കിങ്ങനെ തല കൊമ്പിട്ടപ്പോൾ ആ വെട്ടുകത്തിയുടെ മാട് കൊണ്ട് തലയ്ക്ക് തുരുതുരാ വെട്ടിയിട്ട് ഞാനാണ് കിണറ്റിലേക്ക് എടുത്തിട്ടത്. അതാണ് ആ രമ ഡോക്ടർ പറഞ്ഞത് ഒരു ബ്ലണ്ട് വെപ്പണെന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഷാർപ്പ് ഭാഗമല്ല, അതിൻ്റെ പിൻഭാഗം കൊണ്ട് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. അതിൻ്റെ അടുത്ത ലാസ്റ്റ് ഭാഗമാണ് അതിനകത്ത് വളരെ ഇന്നും എനിക്കൊരു സർവീസ് ലൈഫിൽ ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അവർ 200 ദിവസത്തോളം പിന്നെ ഇവിടെ കിടന്നു, ജയിലിൽ കിടന്നു. ഒരാളും ജാമ്യം എടുക്കാൻ വന്നില്ല, അവരുടെ ഭർത്താവും വന്നില്ല, ഒരു വക്കീലന്മാരും വന്നില്ല. ആ നാട്ടിലെല്ലാവർക്കും അത്ര ഷോക്കിങ്, ഇങ്ങനെ സംഭവങ്ങൾ കുറവാണ്. ഇന്നാണെങ്കിൽ ആളൂരാനെ പോലുള്ള ആരെങ്കിലുമൊക്കെ വരിക, അതൊന്നും ആരും വന്നില്ല. അത് കഴിഞ്ഞ് വിചാരണ ആരംഭിച്ചു. അപ്പോൾ നമ്മളെല്ലാ എവിഡൻസുകളും എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ആയതുകൊണ്ട് FSL നിന്നൊക്കെ, ഫോറൻസിക് സയൻസ് ലാബിൽ നിന്നൊക്കെ
അവിടെ എക്സ്പെർട്ടുകൾ വരുത്താൻ എളുപ്പമാണ്. ഈ കിണറിൻ്റെ ചുറ്റും ഈ രക്തം പുലർന്ന മണ്ണ് കിടപ്പുണ്ട്. ആ മണ്ണ് സാമ്പിൾ എടുത്തു, കാരണം പ്ലേസ് ഓഫ് ഒക്കറൻസ് കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാത്ത മണ്ണിൻ്റെ സാമ്പിൾ എടുത്തു, അത് കറക്റ്റ് സീലിംഗ് അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പാക്കേജിംഗ് ഒക്കെ കഴിച്ച് കൊടുത്തു. ഹ്യൂമൻ ബ്ലഡാണെന്ന് റിസൾട്ട് വന്നു. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അനുസരിച്ച് പറഞ്ഞു. ഈവൺ ഇവരുടെ ഭർത്താവ് പോലും പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട്, പോലീസിന് അനുകൂലമായിട്ട് കോടതിയിൽ മൊഴി പറഞ്ഞു. എല്ലാവരും കറക്റ്റ്. അപ്പോൾ ഒരു ജീവപര്യന്തം എന്തായാലും കിട്ടും എന്നുള്ള രീതിയിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞു. അഡീഷണൽ സെഷൻസിൽ തിരുവനന്തപുരത്താണ് കോടതിയിൽ ഇത് ട്രയൽ വന്നത്. അങ്ങനെ പോയി എവിഡൻസ് കൊടുത്തു. പോരാൻ നേരത്തും പ്രോസിക്യൂട്ടർ പറഞ്ഞു എന്തായാലും ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ ഞാൻ വിളിച്ച് പറയാം. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് പോന്നു, തൃശ്ശൂർ ജില്ലയിലേക്ക് പോന്നു. ജഡ്ജ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുന്ന ദിവസം അയാളുടെ നമ്പറൊക്കെ മേടിച്ച് ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇറ്റ്സ് വെരി ഷോക്കിംഗ്. അവർ വെറുതെ വിട്ടു. സാധാരണ പറയണ ഒരു വാചകം, പ്രോസിക്യൂഷന് സക്സസ്ഫുള്ളായിട്ട് ഈ കേസ് തെളിയിക്കാനായിട്ട് കഴിയാത്തതിനാൽ അക്യൂറ്റ് ചെയ്തിരിക്കുന്നു, വെറുതെ വിട്ടിരിക്കുന്നു. അതിന് അപ്പീൽ പോകുന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പ്രോസിക്യൂട്ടറോട് ചോദിച്ചത് എങ്ങനെ അങ്ങനെ സംഭവിക്കും? എല്ലാ സാക്ഷികളും സാഹചര്യ തെളിവുണ്ട്. കാരണം കുട്ടികൾ പറയുന്നുണ്ട് അമ്മയും മഞ്ജു വാവി മാത്രമേ ഉണ്ടായുള്ളൂ. അവർ ഭർത്താവ് പറയുന്നുണ്ട്. ഈ കത്തിച്ച പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്. ഈ വെട്ടുകത്തി നമ്മൾ ബ്ലഡ് സ്റ്റെയിൻ ആയിട്ടുള്ള വെട്ടുകത്തി നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഇതായിട്ടുള്ളത് അവൾ ഉപയോഗിച്ച വെട്ടുകത്തി. എല്ലാ 27 പേപ്പർ എല്ലാവരും ഒരു മർഡർ കേസിൽ എന്തൊക്കെ നമുക്ക് മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തതാണ്. അതൊന്നും പ്രത്യേകിച്ച് റിമാർക്ക് ചെയ്യാതെ ആ കേസ് വെറുതെ വിട്ടു. ഇങ്ങനെയും അപൂർവം ചില കോടതികളിൽ ചില വിധികൾ വരുമ്പോൾ ഞാനത് ഏതെങ്കിലും ജില്ലയിൽ ഇപ്പോൾ അടുത്തുണ്ടായ കേസുമായിട്ടൊന്നും ഞാൻ ബന്ധപ്പെടുത്തി പറയുന്നില്ല. എന്നാലും ഇങ്ങനെയും ചില ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ഈ ഡിസ്ക്രിഷണറി ഓർഡേഴ്സ് വരാറുണ്ടെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ആ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഉണരുകയോ ചെയ്തിട്ട് വളരെ കൂടെ നടക്കുന്ന ആളുകളായ പോലും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സംഭവം, വളരെ വേദന ഉണ്ടാക്കിയ ഒരു ഗ്രാമം അങ്ങേയറ്റം വിഷമിച്ചൊരു സംഭവമാണ്. അത് സംഭവം ഇങ്ങനെയാണ്.